നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കാണുന്നത് പോലെയല്ല നമ്മുടെ പ്രപഞ്ചം. കേവലം ശൂന്യമായ ഒരു ആകാശമാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും അത് ഭഗവാൻ ജഗദീശ്വരൻ്റെ ചൈതന്യം നിറഞ്ഞ ജ്വലിക്കുന്ന ഒരു ഊർജ കേന്ദ്രമാണെന്നത് ഇനിയും നമ്മൾ മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ട്. വേദാംഗങ്ങളിൽ പ്രധാനിയായ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ആകാശത്ത് സംഭവിക്കുന്നതായ ഓരോ സൂക്ഷ്മ ചലനങ്ങളും നമ്മൾ ഭൂമിയിലുള്ള ഓരോ പുൽക്കൊടികൾക്കും ബാധകമാകുന്നുണ്ട്. ഓരോ പുൽക്കൊടികളിലും സ്വാധീനിച്ചിട്ടായിരിക്കും കടന്നു പോകുന്നത്. പഞ്ചാംഗ പ്രകാരം നാളെ 2026 ജൂലൈ മാസം 16 വ്യാഴാഴ്ചയാണ്. അപ്പോൾ പ്രഭാതത്തിൽ കിഴക്കൻ ആകാശത്ത് ഉദിച്ചുയരുന്ന ഭഗവാൻ സൂര്യൻ്റെ ആ സൂര്യ ചൈതന്യവും രാത്രികാലങ്ങളിൽ ആകാശത്തെ ഭരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളും നമ്മുടെ നാളത്തെ ദിവസത്തെ എങ്ങനെയായിരിക്കും മാറ്റി എഴുതാൻ പോകുക എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ നവഗ്രഹങ്ങളുടെ വിന്യാസവും നാളത്തെ പ്രത്യേക നക്ഷത്രത്തിൻ്റെ സ്വാധീനവും നിമിത്തം 27 നക്ഷത്രക്കാരിലും നാളെ ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസം തന്നെയാണ്. എന്നിരുന്നാലും ചില നക്ഷത്രക്കാർക്കായിരിക്കും ഓരോ ദിവസവും ഓരോ കൂടുതൽ ഫലങ്ങളെ അനുഭവത്തിൽ വരുന്നത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നാളത്തെ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാം. നാളെ ജൂലൈ 16 വ്യാഴാഴ്ച. പഞ്ചാംഗപ്രകാരം രാപ്പകലുകളെ സ്വാധീനിക്കുന്ന പ്രധാന നക്ഷത്രം നാളെ ആയില്യമാണ്. അപ്പോൾ ആയില്യ നക്ഷത്രം നാളെ ഒരു വൈകുന്നേരം 7:51 വരെ ആയില്യം തന്നെയാണ്. ആയില്യ നക്ഷത്രത്തിൻ്റെ സ്വാധീന വലയത്തിലായിരിക്കും നമ്മളുള്ളത്. പിന്നീട് പിതൃക്കളുടെ നക്ഷത്രമായ മകം നക്ഷത്രം കടന്നു വരുന്നുണ്ട്. അപ്പോൾ നാളത്തെ തിഥി എന്താണെന്ന് നോക്കിയാൽ ദ്വിതീയയും തൃതീയയും ചേർന്ന തിഥിയാണ് നാളെയുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സർപ്പങ്ങളുടെ നക്ഷത്രമായിട്ടാണല്ലോ നമ്മൾ ഈ ആയില്യ നക്ഷത്രത്തെ കണക്കാക്കുന്നത്. അപ്പോൾ നാഗരാജാവായ അനന്തനും വാസുകിയുമാണ് ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപന്മാരായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിന് അതീന്ദ്രിയമായ ജ്ഞാനവും തന്ത്രപരമായ ബുദ്ധിയും ജന്മനാ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ നാഗദൈവങ്ങളുടെ സർപ്പദൈവങ്ങളുടെ കാരുണ്യത്താൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർ അതീവ ബുദ്ധിശാലികളും കഠിനാധ്വാനികളുമായിരിക്കും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അതായത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തൊക്കെയാണോ അവർ ചിന്തിക്കുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ജന്മന ഉള്ളവരും സ്വതന്ത്രമായി ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ്. ശത്രുക്കളെ സ്വന്തം തന്ത്രം കൊണ്ട് പരാജയപ്പെടുത്തുന്നവരുമാണ്. അപ്പോൾ ഇവരുടെ മുന്നിൽ ഒരു ശത്രു വന്നാൽ ആ ശത്രുവിനാണ് പരാജയം സംഭവിക്കുന്നത്. അതായത് ഇവരെ പിന്നിൽ നിന്ന് കുത്താൻ ആര് ശ്രമിക്കുന്നു അവർക്കേ പരാജയം ഉണ്ടാവൂ, ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക് ഊർജം ആകാശത്ത് വളരെയധികം അനുകൂലമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഭൂമിയിൽ നിഗൂഢമായ വിദ്യകൾക്കും ഔഷധ സേവകൾക്കും ഒക്കെ ഈ നാളത്തെ ദിവസം വളരെയേറെ അനുകൂലമാണ്. അപ്പോൾ ആയില്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലം. അപ്പോൾ നാളെ പുതിയതായിട്ട് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഔഷധ സേവയ്ക്ക് വളരെയധികം അനുകൂലമാണ്. ആയില്യം എന്ന് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാർക്കും. കാരണം നാളെ ഔഷധ സേവയ്ക്കൊക്കെ അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് അത് വളരെ ഫലം നൽകുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ഇനി നമുക്ക് നാളെ ആകാശത്ത് ഗ്രഹങ്ങളുടെ സവിശേഷമായ ഒരു ക്രമീകരണം എങ്ങനെയായിരിക്കും എന്നതൊന്ന് നോക്കാം. നമുക്കറിയാം മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നാളെ കർക്കിടകം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇത് ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മുടെ മനുഷ്യരിൽ ഭക്തി ഉണ്ടാകുന്നതിനും കുടുംബ സ്നേഹം വർദ്ധിക്കുന്നതിനും നാളത്തെ ദിവസം ഒരുപാട് സ്വാധീനിക്കും. സൂര്യൻ മിഥുനൻ രാശിയിലാണ്. ബുധൻ്റെ സാന്നിധ്യം കൂടി അവിടെ ഉള്ളതിനാൽ നാളെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് ഭഗവാൻ സൂര്യൻ്റെയും ബുധൻ്റെയും ഒരു സ്വാധീനം നമ്മളിൽ ഉത്തമമായ ഫലത്തെ നൽകും. ഇനി ഭാഗ്യകാരകനാരാണ്? വ്യാഴമാണ്, ഗുരു. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചില രാശിക്കാർക്ക് പതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭൂമിയിൽ വലിയൊരു സാമ്പത്തിക ഉണർവും നമ്മുടെ ജീവിത തടസ്സ നിവാരണത്തിനുള്ള മാർഗങ്ങൾ തുറക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ നാളത്തെ ഈ ഗ്രഹവിന്യാസം ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം ഇത് രണ്ടും നിമിത്തം 27 നക്ഷത്രക്കാരിൽ ചിലർക്കൊരു വൻ ധനലാഭവും ഭാഗ്യാനുഭവങ്ങളും കാത്തിരിക്കുന്ന ദിവസമായിരിക്കും. അതേ സമയത്ത് തന്നെ ചില നക്ഷത്രക്കാരെ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസവും. അപ്പോൾ നാളെ ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം രോഹിണിയും അത്തവുമാണ്. അപ്പോൾ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് രോഹിണി നക്ഷത്രക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും നാളത്തേത്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെ നാളത്തെ ദിവസം വലിയ കഠിനമായ പ്രവർത്തികളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക്
നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നതാണ് വലിയൊരു പ്രത്യേകത. അടുത്തതായി പുണർദം, വിശാഖം നക്ഷത്രങ്ങളാണ്. തൊഴിൽപരമായി അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. സ്ഥാനക്കയറ്റം, അംഗീകാരം എന്നതുകൊണ്ട് സ്ഥാനക്കയറ്റവും നമുക്കിവിടെ ഉദ്ദേശിക്കാം. അപ്പോൾ സ്ഥാനക്കയറ്റ സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസവും നക്ഷത്രങ്ങളുമായിരിക്കും നിങ്ങൾ. മകം, പൂരം നക്ഷത്രങ്ങൾ. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളെ നല്ല ഒരു തുടക്കത്തിനുള്ള അനുകൂലമായൊരു ദിവസമാണ്. മുടങ്ങിക്കിടന്നതായ അല്ലെങ്കിൽ കയ്യിലേക്ക് എത്തേണ്ട പണമാണ് ഏതെങ്കിലും വിധത്തിലൊരു ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് അല്ലെങ്കിൽ ആ തടസ്സം മാറി പണം കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഈ ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണെങ്കിൽ ശുഭവാർത്തകൾ ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും, നിങ്ങളാൽ പരിഹരിക്കപ്പെടണമെന്നതാണ്. അതായത് ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ തർക്കങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ടാകുന്ന ദിവസമാണ്. ഇനി ചോതി നക്ഷത്രം. പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. ലോട്ടറി തുടങ്ങിയ ധനലാഭങ്ങളും നാളെ കാണുന്നുണ്ട്. അപ്പോൾ ലോട്ടറി എടുക്കാതിരുന്നവരാണെങ്കിൽ പോലും നാളെ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാം എന്ന ഇംഗിതത്തോടെ, താല്പര്യത്തോടു കൂടി നാളെ ഒന്ന് എടുത്തു നോക്കുക. ചെറിയ തുകയെങ്കിലും നിങ്ങൾക്ക് നാളത്തെ ദിവസം ഗ്രഹങ്ങൾ അനുകൂലമാകിയാൽ നാളത്തെ ദിവസം ഒരു ഭാഗ്യ സമ്മാനം അല്ലെങ്കിൽ ഭാഗ്യ പദ്ധതി വഴി സമ്മാനം ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഭാഗ്യ ദിവസമാണെന്ന്. അപ്പോൾ ഭാഗ്യമാണെന്നൊന്നും കരുതി ആരും ആ ഭാഗ്യം കണ്ട് അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗ്യമുണ്ട് എന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അപ്പോൾ നാളെ രാഹുകാല സമയം ഉച്ചയ്ക്ക് 2:10 മുതൽ 3:53 വരെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ സാമ്പത്തിക ഇടപാടുകളോ ശുഭകരമായ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു വേളയിൽ ചിലപ്പോൾ അതങ്ങ് നടന്നിരിക്കും, പക്ഷേ പിന്നീട് പലവിധ തടസ്സങ്ങൾ വന്നു ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് രാഹുകാല സമയങ്ങളിൽ ഒരു കർമ്മവും ചെയ്യരുത്. നമ്മൾ ചില ആളുകൾ തർക്കമായിട്ട് പറയാറുണ്ട് കമൻ്റായിട്ടൊക്കെ, എന്താണ് ചെയ്താൽ, ഞാൻ പലതും ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്യും, ആ ഒരു നിമിഷം അത് ചെയ്താൽ അത് അന്നേരം അങ്ങ് നടക്കും. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പല വിധത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അങ്ങനെയാണ്. അതാണ് പറയുന്നത്, ശുഭസമയത്ത് തുടങ്ങുന്നതായ പ്രവൃത്തികൾ ശുഭമായി പര്യവസാനിക്കും. എന്നാൽ അശുഭ സമയത്താണ് ഒരു പ്രവൃത്തി തുടങ്ങുന്നതെങ്കിൽ അതിൽ നിന്ന് പോസിറ്റീവായ ഒരു ഫലവും ഇന്നോളം ആർക്കും തന്നെ ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ നാളെ ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനമുള്ളതിനാൽ ആരുമായും തർക്കങ്ങളിൽ കഴിവതും ഏർപ്പെടാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ആയില്യം നക്ഷത്രമാണ്. ചില ഇഴഞ്ഞിഴഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും വലിയ വിഷയങ്ങളിലേക്ക് ചിലപ്പോൾ ചെന്നെത്തുന്നത്. അതുകൊണ്ട് നാളെ 27 നക്ഷത്രക്കാരും സൂക്ഷിക്കേണ്ടത് അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുകയോ അനാവശ്യ തർക്കങ്ങളിൽ ചെന്നുപെടാതിരിക്കാനോ കഴിവതും പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നാളത്തെ ഈ ഒരു ദിവസം ഞാൻ ആയില്യം നക്ഷത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നാളത്തെ ദിവസത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അഥവാ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അകറ്റി പൂർണ്ണമായ ഈശ്വരാനുഗ്രഹം വന്നു ചേരാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ലളിതമായ പരിഹാരം പറഞ്ഞു തരാം. നാളെ ആയില്യം നക്ഷത്രമായതിനാൽ രാവിലെ നാഗരാജാവിനെയോ അല്ലെങ്കിൽ നാഗയക്ഷിയമ്മയോ സ്മരിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു വിളക്ക് തെളിയിക്കുന്നതുമൊക്കെ ഉത്തമമായിരിക്കും. അതോടൊപ്പം തന്നെ സർപ്പഗായത്രി മന്ത്രമുണ്ട്, അതൊരു 9 തവണ ജപിക്കുന്നത് സർപ്പദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. അറിയാമല്ലോ സർപ്പഗായത്രി മന്ത്രം ഏതാണെന്ന് ഞാനൊന്ന് ചൊല്ലിത്തരാം. ഓം നവകുല നാഗായ വിദ്മഹേ വിഷദന്തായ ധീമഹി തന്നോ സർപ്പ പ്രചോദയ. ഇതാണ് സർപ്പഗായത്രി മന്ത്രം. ഇതൊരു 9 തവണ നാളെ ജപിക്കുന്നത് സർപ്പദോഷങ്ങൾ അകറ്റാൻ സഹായകമാകുന്നുണ്ട്. കൂടാതെ നാളെ വ്യാഴാഴ്ചയാണല്ലോ, അപ്പോൾ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്താവുന്നതാണ്, ഭഗവാനെ ആരാധിക്കാവുന്നതാണ്. ഇനി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്, അതുമല്ല ശ്രവിക്കുന്നതും. നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ ചൊല്ലുന്നത് ശ്രവിച്ചാൽ തന്നെ പുണ്യമാണ്. അപ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയമേവ ചൊല്ലുമ്പോൾ എത്രത്തോളം പുണ്യവാന്മാരായി മാറുന്നു നമ്മളെന്നത്. അപ്പോൾ നാളെ അതുവഴി തന്നെ കുടുംബത്തിൽ വിഗ്രഹത്തിൽ കഴിവതും ഒരാളെങ്കിലും ഒന്ന് ജപിച്ചാൽ അതിൻ്റെ ആ ഒരു എക്കോ തന്നെ നമ്മുടെ ഗൃഹത്തിൽ തങ്ങി നിൽക്കുന്നത് വഴി വളരെയധികം പോസിറ്റീവായൊരു ഊർജ്ജം, എന്തെങ്കിലും നെഗറ്റിവിറ്റി അന്നേ ദിവസം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാനായിട്ട്, കുടുംബത്തിൽ ഐശ്വര്യം നിറയാനായിട്ട് സഹായിക്കും. നാളത്തെ ദിവസം പക്ഷികൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ അല്പം ഭക്ഷണമോ വെള്ളമോ ഒക്കെ നൽകാവുന്നതാണ്. അതേപോലെ സാധുക്കളായ ആളുകൾക്ക് അന്നദാനം നടത്താവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ നവഗ്രഹ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാകാനും ഫലങ്ങൾ ഗുണകരമായി നമ്മളിലേക്ക് വന്നു ചേരുന്നതിനും ഒരുപാട് സഹായകമാകും. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ അധിവസിക്കുന്നതായ ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ നമുക്ക് വഴികാട്ടികൾ തന്നെയാണ്. ദൈവത്തിൻ്റെ ആ ഒരു
പ്രതിപുരുഷന്മാരായിട്ട് ഗ്രഹങ്ങളെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരാളെ ദ്രോഹിക്കരുതെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളറിയാതെ തന്നെ ചില ആളുകളെ ഇപ്പോൾ കുറ്റം പറയുമ്പോൾ എത്രത്തോളം പാപമായിട്ടാണ് കാര്യങ്ങൾ മാറുക എന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആളുകൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ നമ്മുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് വേറൊരാളെ കുറ്റം പറഞ്ഞാൽ പോലും ആ വ്യക്തി കേൾക്കുന്നില്ല എന്നിരിക്കെ അത് ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് നമുക്ക് ദോഷമായി വന്നു ചേരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെയും നമുക്ക് വഴികാട്ടിയായിട്ട് ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പാഠങ്ങൾ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർഹിക്കുന്നതായ വലിയ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.